ഫിഫ ലോകകപ്പിന്റെ ചരിത്രം, പ്രധാന നാഴികക്കല്ലുകൾ, കളിയുടെ അടിസ്ഥാന നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ചരിത്രം, ഹിസ്റ്ററി. തുടക്കം 1930-ലാണ് ആദ്യത്തെ ഫിഫ ലോകകപ്പ് നടന്നത്. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേ ആയിരുന്നു ആദ്യ ആതിഥേയർ. ആദ്യ ചാമ്പ്യന്മാർ. ആദ്യ ടൂർണമെന്റിൽ അർജന്റീനയെ തോൽപ്പിച്ച് ഉറുഗ്വേ തന്നെ കന്നിക്കിരീടം സ്വന്തമാക്കി. ഇടവേള. ലോകമഹായുദ്ധം കാരണം 1942, 1946 വർഷങ്ങളിൽ ലോകകപ്പ് മത്സരങ്ങൾ നടന്നില്ല. അതിനുശേഷം കൃത്യമായ 4 വർഷത്തെ ഇടവേളകളിൽ ഇത് തുടർന്നു പോരുന്നു. കിരീടങ്ങൾ. നിലവിൽ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ 5 തവണ ലോകകപ്പ് നേടിയിട്ടുള്ളത്. ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ 4 തവണ വീതവും കിരീടം നേടി. 2. പ്രധാന നാഴികക്കല്ലുകൾ, മേജർ മൈൽ സ്റ്റോൺസ്. 1954 ടീമുകളുടെ ഘടന. സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോകകപ്പിലാണ് 16 ടീമുകളെ 4 ഗ്രൂപ്പുകളാക്കി തിരിക്കുന്ന രീതി ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയത്. 1958 പെലെയുടെ വരവ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ബ്രസീലിന്റെ പെലെ തന്റെ 17-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിക്കുകയും ബ്രസീലിന് ആദ്യ കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു. 1970 ആദ്യ കളർ ടെലിവിഷൻ സംപ്രേഷണം. മെക്സിക്കോ ലോകകപ്പിലാണ് മത്സരങ്ങൾ ആദ്യമായി ലോകമെമ്പാടും കളറായി ടെലിവിഷനിൽ കാണിച്ചു തുടങ്ങിയത്. ഈ ടൂർണമെന്റിലാണ് മഞ്ഞ, ചുവപ്പ് കാർഡുകൾ ആദ്യമായി അവതരിപ്പിച്ചതും. 1982 ആൻഡ് 1998 ടീമുകളുടെ എണ്ണം കൂട്ടൽ. 1982 ടീമുകളുടെ എണ്ണം 16-ൽ നിന്ന് 24-ആയും 1998 അത് 32-ആയും ഫിഫ വർദ്ധിപ്പിച്ചു. അത് 32-ആയും ഫിഫ വർദ്ധിപ്പിച്ചു. 2022 ആദ്യ മധ്യപൂർവേഷ്യൻ ലോകകപ്പ്. ഖത്തറിൽ നടന്ന ടൂർണമെന്റ് ആദ്യമായി ഒരു അറബ് രാജ്യത്ത് നടക്കുന്ന ലോകകപ്പായി മാറി. കൂടാതെ ആദ്യമായി നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇത് നടത്തിയത്. 2026 ഏറ്റവും വലിയ ടൂർണമെന്റ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പാണിത്. 3 രാജ്യങ്ങൾ, അമേരിക്ക, മെക്സിക്കോ, കാനഡ സംയുക്തമായി ഇതിന് ആതിഥേയത്വം വഹിക്കുന്നു. 3. പ്രധാന നിയമങ്ങൾ, മെയിൻ റൂൾസ്. സമയക്രമം. ഒരു സാധാരണ മത്സരം 45 മിനിറ്റ് വീതമുള്ള 2 പകുതികളായി ആകെ 90 മിനിറ്റാണ് ഉണ്ടാകുക. ഇതിനു പുറമെ കളി തടസ്സപ്പെടുന്ന സമയം കണക്കാക്കി റഫറി അധിക സമയം, ഇഞ്ചറി ടൈം അനുവദിക്കും. പോയിന്റ് ഘടന. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് 3 പോയിന്റും സമനിലയായാൽ ഇരു ടീമുകൾക്കും 1 പോയിന്റ് വീതവും ലഭിക്കും. തോൽക്കുന്ന ടീമിന് പോയിന്റ് ലഭിക്കില്ല. നോക്കൌട്ട് ഘട്ടം, നോക്കൌട്ട് സ്റ്റേജ്. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷമുള്ള മത്സരങ്ങളിൽ സമനില അനുവദിക്കില്ല. 90 മിനിറ്റിൽ കളി സമനിലയായാൽ 15 മിനിറ്റ് വീതമുള്ള 2 പകുതികൾ എക്സ്ട്രാ ടൈം കളിക്കും. അതിലും തീരുമാനമായില്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ കണ്ടെത്തും. സബ്സ്റ്റിറ്റ്യൂഷൻ. നിലവിലെ നിയമപ്രകാരം ഒരു മത്സരത്തിൽ ഒരു ടീമിന് പരമാവധി 5 കളിക്കാരെ മാറ്റാൻ അനുവാദമുണ്ട്.